ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് 6ാമത്തെ പേപ്പറാണ്. തുടക്കത്തിലേ പറഞ്ഞു, പേപ്പറുകൾ തമ്മിൽ നോട്ടുകൾ കിട്ടുമ്പോൾ വ്യത്യാസങ്ങൾ വരരുത്. ഓരോന്നിന്റെയും നോട്ട് ഓരോന്നിൽ തന്നെ ആഡ് ചെയ്യണം. അത് കേൾക്കുമ്പോൾ അറിയാം. 3ാം വർഷ BA-ക്കാരായില്ലേ. ഇനിയിപ്പോ കേരളത്തിന്റെ നോട്ട് കേരളത്തിലേക്കും, ഇന്ത്യൻ ചരിത്രത്തിൻ്റെത് ഇന്ത്യൻ ചരിത്രത്തിലേക്കും, ലോക സംഭവങ്ങൾ ഇന്റർനാഷണലിലേക്കും മാറ്റാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പില് ഫസ്റ്റ് ഇയറിന് നിങ്ങൾ പഠിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ഒരു 4-5 എസ്സേ തേർഡ് BA-യിലുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും UNO-യും റഷ്യൻ റവല്യൂഷനും നാസിസവും ഫാസിസവും ലീഗ് ഓഫ് നേഷൻസും ഒക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. ആ നോട്ട് കളയരുതെന്നും ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും ഞാൻ നോട്ട് അയച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചത് 1ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നു റഷ്യൻ റവല്യൂഷൻ 1917, റഷ്യൻ റവല്യൂഷൻ, recounts of the highest victory. റഷ്യയിലെ ഓട്ടോക്രാറ്റിക് പോളിസിക്കെതിരെ നടപ്പിലാക്കിയ സമരം, റഷ്യയിലെ തന്നെ ജനങ്ങൾ നടപ്പിലാക്കിയ സമരം, ഒരു രാജ്യത്തെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നടത്തുന്ന സമരമാണ് സ്വാതന്ത്ര്യ സമരം. ഇത് ആ രാജ്യത്തിലെ തന്നെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ നടത്തിയ സമരം. ഭരണാധികാരി വർഗവും അവരോടൊപ്പം നിൽക്കുന്ന ചില ഫ്യൂഡൽ സ്വേച്ഛാധിപതികളും മാത്രം. That means minority groups enjoyed a high status in the society. 80% population, common people suffered a number of problems. Their life is like slaves. ആ അടിച്ചമർത്തലിനെതിരെ നടന്ന സമരങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് ഏതാ റഷ്യൻ റവല്യൂഷൻ, കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ. അവസാനം അത് വൻ വിജയത്തിലെത്തുകയും ചെയ്തു. നമുക്ക് പഠിക്കാനുള്ള കാരണങ്ങൾ എന്തല്ല, റഷ്യൻ റവല്യൂഷനുള്ള കാരണങ്ങൾ. അങ്ങനെ റഷ്യയിലെ ജനങ്ങളെ ഒരു വിപ്ലവത്തിലേക്ക് കൊണ്ടെത്തിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അതില് 1ാമത്തെ പോയിന്റാണ് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യം ഓർ സാറിസ്റ്റ് ആട്ടോക്രസി. എന്നുവെച്ചാൽ റഷ്യയിലെ ഓട്ടോക്രാറ്റിക് ഭരണാധികാരികളുടെ പേര്, സ്ഥാനപ്പേര് സർ എന്നാണ്. സർ ചക്രവർത്തിമാർ. വളരെ നിഷ്പ്രയാസം പഠിക്കാവുന്ന എസ്സേയാണ്. സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം എന്ന് കേൾക്കുമ്പോ ഒരു പാരഗ്രാഫ് എഴുതാൻ ഇതിൽ ഏത് കുട്ടികളെ കൊണ്ടാ പറ്റാത്ത? സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം റഷ്യയിൽ വിപ്ലവത്തിന് കാരണമായി എന്നുള്ളത് എന്റെ സഹായമില്ലാതെ ഒരു 1/2 പേജ് എഴുതാൻ പറ്റത്തില്ലേ? അപ്പൊ എന്തായിരിക്കും? അടിച്ചമർത്തൽ, മിലിറ്ററിയുടെ സഹായത്തോടു കൂടിയുള്ള അടിച്ചമർത്തൽ, യാതൊരു പൗരസ്വാതന്ത്ര്യവും കൊടുക്കാത്ത അവസ്ഥ, ഭീകര ഏകാധിപത്യം. സ്വേച്ഛാധിപത്യത്തിന്റെ അർത്ഥം തന്നെ സ്വേച്ഛാധിപത്യം എന്നാണ്. സ്വന്തം ഇച്ഛയ്ക്ക് മാത്രം അനുസരിച്ച് ഭരിക്കുന്ന ഏകാധിപത്യം, അതാണ് സ്വേച്ഛാധിപത്യം. അപ്പൊ എല്ലാത്തിനെയും സപ്രസ് ചെയ്തുകൊണ്ട് they collected huge amount of money from public. ഈ ലീഡേഴ്സ് ആൻഡ് ലിമിറ്റഡ് ഫ്യൂഡൽ ലോഡ്സ്
അവര് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയുള്ള ആഡംബരങ്ങളോടുകൂടി ജീവിച്ചപ്പോ ഈ ബഹുഭൂരിഭാഗം ജനതയെ അടിച്ചമർത്തി ക്രൂരമായി തല്ലിച്ചതച്ച അവസ്ഥ, അതിനെയാണ് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. മാത്രമല്ല 1917 കാലഘട്ടത്തില് റഷ്യയിലെ സർ ചക്രവർത്തി എന്ന് പറയുന്നത് സർ നിക്കോളസ് രണ്ടാമനാണ്. കഴിവില്ലാത്ത, അപ്രാപ്തനായ, അൺപോപ്പുലർ ലീഡർ, ഇൻഎഫിഷ്യന്റ് ലീഡർ. ഈ ഇൻഎഫിഷ്യന്റും അപ്രാപ്തനുമായ ഭരണാധികാരി റാസ്പുടിൻ എന്നറിയപ്പെടുന്ന ഒരു കപട സന്യാസിയുടെ കൺട്രോളിലുമായിരുന്നു. ദാറ്റ് മീൻസ് ദ ഇൻഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റാസ്പുടിൻ. കപട സന്യാസിയാണ്, ക്രൂരനായ ഒരു കപട സന്യാസിയായ റാസ്പുടിന്റെ കൺട്രോളിലുമായിരുന്നു ഈ സർ നിക്കോളാസ് രണ്ടാം. അപ്പൊ പിന്നെ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, നിങ്ങൾക്ക് എത്ര പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് പോയിന്റ് കർഷകരുടെ ആവലാതി എന്നാണ് അതിന്റെ പോയിന്റ്. കർഷകരുടെ അവസ്ഥ, ദാറ്റ്സ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ വലിയൊരു കാർഷിക രാജ്യമാണ്. വലിയൊരു കാർഷിക രാജ്യമായിരുന്നിട്ടും അവിടുത്തെ കർഷകർക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ, ഫ്യൂഡലിന്റെ അർത്ഥം തന്നെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവൻ എന്നാണ്. ദാറ്റ് മീൻസ് ഫ്യൂഡൽ ലോഡ്സിന്റെ ഭരണം, ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്യൂഡൽ ലോഡ്സ്. They enjoyed high status in the society. They were free from taxation. They follow cruel exploitation policies. ഇതായിരുന്നു റഷ്യയുടെ അവസ്ഥ. അപ്പൊ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കർഷക തൊഴിലാളി രാവന്തിയോളം അടിമകളെ കണക്ക് പാടത്ത് കിടന്ന് പണിയെടുത്ത് നരകയാതന അനുഭവിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് റഷ്യയിൽ കാണാൻ സാധിച്ചത്. ഏതൊരു അടിച്ചമർത്തലിനും ഒരു പരിധിയല്ല. ആ പരിധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചരിത്രങ്ങൾ അത്രയും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ കർഷകരുടെ ആവലാതി. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് തൊഴിലാളികളുടെ ദുരിതങ്ങൾ. തൊഴിലാളികളുടെ ദുരിതങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയാ? ഫാക്ടറിയിൽ. ആട്ടോക്രസി പോളിസിയിൽ തൊഴിലാളികളുടെ അവസ്ഥ മനസ്സിലാക്കണം. തുച്ഛമായ ശമ്പളത്തിന് രായും പകലും അടിമകളെ പോലെ തൊഴിലാളികൾ ഫാക്ടറികളിൽ കിടന്ന് തൊഴിൽ ചെയ്യേണ്ടുന്ന ഗതികേട്. തുച്ഛമായ ശമ്പളം, അവരുടെ അക്കോമഡേഷൻ സംവിധാനങ്ങളൊക്കെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഒന്ന് കിടന്നുറങ്ങാൻ പോലും സമയം കൊടുക്കാതെ, ഒന്ന് കിടന്നുറങ്ങാൻ പോലും സ്ഥലം കൊടുക്കാതെ ജനങ്ങളെ രായും പകലും പണിയെടുപ്പിക്കുന്ന ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു നമുക്ക് എവിടെ കാണാൻ സാധിച്ചത്? റഷ്യയിൽ കാണാൻ സാധിച്ചത്. The next fourth point is social inequality. And the social inequality of Russian society was at that time that was divided into two groups, two estates. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോവുകയാണെങ്കിൽ 3 എസ്റ്റേറ്റ് എന്നാണ് പഠിക്കുന്നത്. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 estates. But here is Russia. Russian society was divided into 2 estates. റഷ്യയിൽ ഭരണാധികാരിയും ഫ്യൂഡൽ പ്രഭുക്കന്മാരും അടങ്ങുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ്. അതിന് വെറും തുച്ഛമായ ശതമാനം 10% മാത്രമേ ഉള്ളൂ. ബാക്കി 90% സെക്കൻഡ് എസ്റ്റേറ്റ്. ഈ സെക്കൻഡ് എസ്റ്റേറ്റിലെ ജനങ്ങളുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും. ഒരു തുണ്ട് ഭൂമി പോലുമില്ലെങ്കിൽ അവരെല്ലാം ടാക്സ് അടയ്ക്കേണ്ടുന്ന അവസ്ഥ. ഈ 10% എന്ന് പറയുന്ന സമ്പന്നവർഗം they were free from taxation. ഭൂമി കംപ്ലീറ്റ് അവരുടെ കൈവശമാണ്, സ്വത്ത് കംപ്ലീറ്റ് അവരുടെ കൈവശമാണ്. എന്നിട്ടും അവർ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ള അവസ്ഥ. അപ്പോൾ ഈ പറയുന്ന ജനങ്ങള് സാമൂഹിക സമത്വത്തിന്റെ പേരിൽ സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്ന ജനങ്ങൾക്കുണ്ടായ ദാരുണമായ ജീവിതം,
അതും റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചു. ആൻഡ് ദെൻ ഇറ്റ്സ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ്. ബൗദ്ധികമായ സ്വാധീനം എന്ന് വെച്ചാൽ ബുദ്ധിജീവികളുടെ സ്വാധീനം. ഫ്രഞ്ച് റവല്യൂഷനിൽ നമ്മൾ പഠിച്ചതാണ്. വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ നമ്മൾ പഠിച്ചതാ. അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ ഫിലോസഫികൾ ജനങ്ങളെ അഗാധമായി സ്വാധീനിച്ചു. റൂസോയുടെ മാൻ ഈസ് ബോൺ ഇൻ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻ എന്നുള്ള സിദ്ധാന്തം ഫ്രഞ്ച് ജനതയെ ഒന്നിപ്പിച്ചു നിർത്താനും ഫ്രാൻസിലെ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതുപോലെ ഹിയർ ഈസ് ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, ടർജനീവ് തുടങ്ങിയ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ വിദേശ രാജ്യത്തിന്റെ ആളാണെങ്കിലും കാറൽ മാർക്സിന്റെ സ്വാധീനവും ഒക്കെ ജനങ്ങളിൽ, റഷ്യൻ ജനങ്ങളിൽ അഗാധമായ സ്വാതന്ത്ര്യത്തിന്റെ വാഞ്ച അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആഗ്രഹം, ഈ അടിച്ചമർത്തലിനെതിരെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാകുന്നു. ആൻഡ് നെക്സ്റ്റ് 7th പോയിന്റ്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട്. എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട്? ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടത് 1914 14 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി വളരെ ബാക്കിലായിരുന്നിട്ടും ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേരാൻ, സഖ്യകക്ഷികളോടൊപ്പം പങ്കുചേരാൻ സർ ചക്രവർത്തിമാരിൽ എടുത്ത തീരുമാനം റഷ്യയിലെ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. മാത്രമല്ല, ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആയിരക്കണക്കിന് റഷ്യൻ പട്ടാളക്കാർ മരണമടഞ്ഞത് ജനങ്ങളെ സ്വാധീനിച്ചു. അങ്ങനെ ഈ ഓട്ടോക്രസിക്കെതിരെ, ചക്രവർത്തിക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഈ സമയം എല്ലാവരും ഒന്നിച്ചു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. Russian Communist Party was divided into two, Menshevik Party and Bolshevik Party. Menshevik Party under Plekhanov, Bolshevik Party under V.I. Lenin. But under the full control of V.I. Lenin conducting continuous revolution against Russian autocracy. അങ്ങനെ നടന്ന ശക്തമായ സമരമാണ് 1917 നടന്ന മാർച്ച് റവല്യൂഷനും സെപ്റ്റംബർ റവല്യൂഷനും ഒക്കെ തന്നെ ഈ സാറിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനെതിരെ നടന്ന ശക്തമായ വിപ്ലവങ്ങളായിരുന്നു. അവസാനം 1917 ആ വിപ്ലവം വിജയിച്ചു. സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം റഷ്യയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു. സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന റഷ്യൻ പ്രദേശങ്ങളെ എല്ലാത്തിനെയും കൂടെ ഒന്നിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് V.I. ലെനിനായിരുന്നു. ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായ V.I. ലെനിനായിരുന്നു. എന്തായാലും സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളെ എല്ലാത്തിനെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് റഷ്യൻ റവല്യൂഷന് ശേഷം ഉണ്ടാക്കിയ രാഷ്ട്രമാണ് USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ലോകത്തിലെ വലിയ രാജ്യം പടുത്തുയർത്താൻ V.I. ലെനിന് സാധിച്ചു. ഇത്രയുമാണ് റഷ്യൻ റവല്യൂഷൻ. പക്ഷെ ഒന്നും കൂടെ ഈ പേപ്പറിന്റെ അവസാനം നമ്മൾ പഠിക്കും. ഈ 1917 ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം 1989 ആയപ്പോൾ ഈ ലോകത്തുനിന്ന് തന്നെ നാമാവശേഷമായി. അപ്പൊ ഒരു നൂറ്റാണ്ടിന്റെ ആദ്യം ഉണ്ടാവുകയും അതേ നൂറ്റാണ്ടിന്റെ അവസാനം ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്ത രാജ്യമാണ് USSR. അതാണ് നമ്മുടെ അവസാനത്തെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളായ ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. അത് അവിടെ പഠിക്കാം. ഇവിടെ നമ്മൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കുന്നു, ഫോർമേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ലെനിന്റെ പങ്കെന്ന് പറഞ്ഞ് ചോദിക്കാം. സോവിയറ്റ് റവല്യൂഷൻ, സോവിയറ്റ് വിപ്ലവം എന്ന് ചോദിക്കാം. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് ചോദിക്കാം. റഷ്യൻ റവല്യൂഷൻ എന്ന് ചോദിക്കാം. 1917 വിപ്ലവം എന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ടും ഈ ആൻസറിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് റഷ്യൻ വിപ്ലവം. നോട്ട് നിങ്ങളുടെ കൈവശം എത്തും. ദാറ്റ്സ് ഓൾ.